മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് ശരംകുത്തിയിൽ നിന്നും ഘോഷയാത്ര സ്വീകരിച്ച് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തേക്ക് എത്തിക്കും. വൈകിട്ട് 6:30 തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധികളായ മിഥുൻ മുരളിയും എം മനോജും ചേരുന്നുണ്ട്. മിഥുൻ ആൻഡ് മനോജ്, വെരി ഗുഡ് മോർണിംഗ്. മിഥുൻ, ഇന്ന് വളരെ ചരിത്ര മുഹൂർത്തം എന്ന് തന്നെ പറയാം. ഈ തങ്കഅങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ശബരിമലയിൽ എത്തുമ്പോൾ എന്തൊക്കെ തുടർന്ന് ഈ തങ്കഅങ്കി സന്നിധാനത്ത് എത്തിയതിനു ശേഷമുള്ള തുടർന്നുള്ള ചടങ്ങുകൾ എന്തൊക്കെയായിരിക്കും മിഥുൻ? അശ്വതി, സ്വാമി ശരണം. ഏറ്റവും പുണ്യകരമായ നിമിഷത്തിലേക്ക് ആ സന്നിധാനം കടക്കുകയാണ്. ആ മണിക്കൂറുകളിലേക്ക് സന്നിധാനം മാറുകയാണ്. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുകയാണ്. തങ്കഅങ്കി ചാർത്തിയുള്ള അയ്യപ്പസ്വാമിയുടെ ആ ദിവ്യരൂപം ദർശിക്കുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു നിമിഷമാണ്. അതാണ് ഇന്ന് വൈകിട്ട് 6:30 ദീപാരാധന നടക്കും. തങ്കഅങ്കി ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. 6:30 ദീപാരാധന. 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ രാവിലെ 10:10 11:30 ഇടയിൽ മണ്ഡലപൂജ നടക്കും. മണ്ഡലകാല തീർത്ഥാടനത്തിന് നാളെ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ സമാപനമാകും. സമഗ്രമായ കവറേജാണ് ജനം TV പ്രേക്ഷകരിലേക്ക് മണ്ഡലപൂജയും തങ്കഅങ്കി ഘോഷയാത്രയും തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് ദീപാരാധനയും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളുമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. എന്നോടൊപ്പം ക്യാമറമാൻ വിവേക് ജി വിനോദിനോടൊപ്പം കൊല്ലം റിപ്പോർട്ടർ മനോജും ഒപ്പം കൊല്ലം ക്യാമറമാൻ ബിജു പരവൂരും ഉണ്ട്. സമഗ്രമായ കവറേജ് ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കും. ഓരോ ചടങ്ങും അതിൻ്റെ വിശിഷ്ടതയോടുകൂടി അതിൻ്റെ പവിത്രതയോടുകൂടി ഏറ്റവും ഭക്തിസാന്ദ്രമായി ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കൊല്ലം റിപ്പോർട്ടർ മനോജ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷം, ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷം, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന നിമിഷം, ഇടമുറിയാതെ മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ചയ്ക്ക് ഈ ദിവസവും മാറ്റമില്ല, ഒരു ദിവസം പോലും മാറ്റമുണ്ടായില്ല എന്നുള്ളതായിരുന്നു. എല്ലാ ദിനവും ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് അത് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതായത് പുലർച്ചെ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ആ ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള ഈ സന്നിധാനത്തിൽ അങ്ങനെ ഭക്തർ ഓരോരുത്തരും അയ്യപ്പനെ ദർശിക്കുവാനായി വരിവരിയായി എത്രയൊക്കെ തിരക്കായി കഴിഞ്ഞാലും അവരൊക്കെ തന്നെ കാത്തിരുന്ന് അയ്യൻ്റെ സന്നിധിയിലെത്തി തൊഴുതു വണങ്ങി ഓരോ ഇടങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തങ്കഅങ്കി ഘോഷയാത്ര വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശബരിമല ലക്ഷ്യമാക്കി. അതായത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആ തങ്കഅങ്കി ഓരോ ഇടങ്ങളിലായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അങ്ങനെ വരികയാണ്. ആ തങ്കഅങ്കി ദർശിക്കുവാൻ ഓരോ ഇടങ്ങളിലും നിരവധി ഭക്തരാണ് അങ്ങനെ കാത്തു നിന്നത്. ആ തങ്കഅങ്കി അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും മേൽശാന്തിയും തന്ത്രിയും അടക്കം അത് ഏറ്റുവാങ്ങി അയ്യന് ചാർത്തി വൈകിട്ടുള്ള ആ ഒരു ദീപാരാധന കാണാൻ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സന്നിധാനത്ത് തങ്കഅങ്കി ചാർത്തിയ അയ്യപ്പനെ കാണുന്ന ആ ദർശന പുണ്യം തേടുവാനായുള്ള ആ മണിക്കൂറുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്തായാലും ഇന്നീ പകൽ വൈകിട്ടേക്ക് മാറുമ്പോൾ, അതായത് ഇന്ന് ദീപാരാധന സമയമാകുമ്പോൾ ഈ ശബരിമല സന്നിധാനമാകെ ശരണമന്ത്രമുഖരിതമായി ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. മനോജ്, ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് 3 ദിവസം കൊണ്ട് ഈ തങ്കഅങ്കി ഘോഷയാത്ര എത്തുന്ന ഓരോ വഴിത്താരകളും ശരണമന്ത്രം മുഖരിതമാകുന്നു. ഓരോ വഴിയും ശബരിമല സന്നിധാനത്തേക്ക് മാത്രമായി മാറുന്നു. ഒരു വർഷം ഭക്തർ കാത്തിരുന്നുകൊണ്ട് തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിക്കുമ്പോൾ അത് ഭക്തിയുടെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷമായി മാറുന്നു എന്നുള്ളതാണ്. 1973 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ അയ്യപ്പസ്വാമിക്ക് 420 പവൻ തൂക്കമുള്ള തങ്കഅങ്കി സമർപ്പിക്കുന്നത്. പിന്നീട് അത് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തിക്കൊണ്ടുള്ള മണ്ഡല പൂജ മുഹൂർത്തത്തിൽ ചാർത്തുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ചടങ്ങ് ആയി മാറുന്നു. ഇന്ന് അത് സന്നിധാനത്തേക്ക് എത്തുന്നു. നിയന്ത്രണങ്ങളുണ്ട്. രാവിലെ 11 നിലയ്ക്കലെത്തും, ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തും. പിന്നീട് വിശ്രമത്തിന് ശേഷം 3 മണിക്ക് പമ്പയിൽ നിന്ന് തിരിച്ച് വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിലാണ് ആചാരപരമായിട്ടുള്ള ആ സ്വീകരണം ഉള്ളത്. അതെ, തീർച്ചയായും. അതായത് ഇന്നും നാളെയും എന്ന് പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയേറിയ ദിനങ്ങളാണ്. അതായത് തങ്കഅങ്കി എത്തുന്നു, മണ്ഡലപൂജ, ഈ ദിനങ്ങളിലൊക്കെ ദർശനത്തിനായി നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ കൂടെ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ നിയന്ത്രണങ്ങളടക്കമുണ്ട്. അതായത് സ്പോട്ട് ബുക്കിങ്ങിൽ കുറവ് വരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അതിൽ കൃത്യമായ ഇടപെടൽ
ഉണ്ടാവുമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് ശേഷം ഇന്ന് നിലയ്ക്കൽ നിന്ന് ഭക്തരെ കടത്തിവിടുകയില്ല. രാവിലെ 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. പിന്നീട് വൈകിട്ട് 5:30 ശരംകുത്തിയിൽ ഘോഷയാത്ര എത്തിയതിനു ശേഷമായിരിക്കും പമ്പയിൽ നിന്ന് ഭക്തരെ കടത്തിവിടുക. സ്പോട്ട് ബുക്കിംഗ് ഇന്നും നാളെയും 2000 ആയിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് 30,000 നാളെ 35,000. ശരംകുത്തിയിൽ വെച്ചാണല്ലോ ഈ ഔദ്യോഗിക സ്വീകരണം നൽകുന്നത്. അവിടെ നിന്നും ഉള്ള ഘോഷയാത്രയിൽ ആരൊക്കെയാണ് മനോജ് പങ്കെടുക്കുന്നത്? ഒപ്പം ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? തീർച്ചയായും അതിനുവേണ്ട യോഗം രാവിലെ തന്നെ 10:30 പമ്പയിൽ ചേരുന്നുണ്ട്. അതിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കം പങ്കെടുക്കുന്നു. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ അവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ അതിനുശേഷമാകും ശബരിമലയിലേക്ക് അവർ കയറുക. അതിനുശേഷം ഈ തങ്കയങ്കി എത്തുന്ന സമയം വൈകിട്ടോടുകൂടിയാണ് ഇവിടെ നിന്നും ആ ഒരു സംഘം, അതായത് മന്ത്രി ഉണ്ടാകും, അതോടൊപ്പം തന്നെ ADM അതോടൊപ്പം ദേവസ്വം പ്രതിനിധികളടക്കം ശബരിമലയിൽ നിന്നും സന്നിധാനത്തു നിന്നും ശരംകുത്തിയിലേക്ക് എത്തും. അവിടേക്ക് എത്തുന്ന തങ്കയങ്കിയെ ആചാരപരമായി സ്വീകരിച്ച് ഈ 18ാം പടിയിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇവിടെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചത് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ച് അയ്യനെ ചാർത്തുന്ന ആ നിമിഷം തന്നെയാണ് ഇനി വൈകുന്നേരം നമുക്ക് കാണാൻ സാധിക്കുക. ആ അയ്യനെ തങ്കയങ്കി ചാർത്തിയുള്ള ദർശന പുണ്യത്തിനായാണ് ഓരോ ഭക്തരും അങ്ങനെ കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകൾ അത് രാവിലെ മുതൽ ഈ മണ്ഡല പൂജ ആരംഭിക്കുകയാണ്. ഈ നാളെ ആയി കഴിഞ്ഞാൽ അതിനുവേണ്ടിയും ആ ദർശനത്തിനായി ഭക്തരിങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ അവരൊക്കെ ഈ 41 ദിവസം വ്രതം നോറ്റ് അവർ മാലയിട്ട് ശരണമന്ത്രങ്ങൾ ചൊല്ലി അങ്ങനെ ശബരിമല ഈ കാനന പാത വഴിയൊക്കെ വരുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ തീർച്ചയായും മനോജ്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടി തന്നെയാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക്, ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ദർശന സമയം നീട്ടാനുള്ള സാധ്യതയുണ്ടോ മിഥുൻ ഇന്ന്? അശ്വതി, ഇന്ന് നിയന്ത്രണമുണ്ട്. ഈ 2 ദിവസങ്ങളിൽ നിയന്ത്രണത്തോടു കൂടിയാണ് ഭക്തജനങ്ങളെ കടത്തിവിടുകയുള്ളൂ. രാവിലെ 9-ന് ശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ നിലയ്ക്കൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുകയില്ല. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിച്ചിരിക്കുന്നു. ഭക്തർക്ക് പ്രവേശിക്കുന്നതിന് പരിമിതിയുണ്ട്. വൈകിട്ട് 5:30 ശരംകുത്തിയിൽ ഘോഷയാത്ര എത്തിയതിനു ശേഷമായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കും. പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 2000 പേർക്ക് മാത്രമാണ് ഇന്നും നാളെയും വെർച്വൽ ക്യൂ ബുക്കിംഗ്. 30,000 പേർക്കാണ് ഇന്ന് 2000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ഇന്നും നാളെയും അനുവദിക്കുക. 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് അനുവദിക്കുക. 35,000 പേർക്കാണ് നാളെ വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുക. അതുകൊണ്ട് തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സന്നിധാനത്തേക്ക് ഇന്നും നാളെയും കടത്തിവിടുന്നില്ല. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഭക്തർക്ക് ഇന്ന് വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണവുമുള്ളൂ. ഇപ്പോൾ നിലവിൽ പമ്പയിൽ നിന്നും മല കയറി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്ന ഭക്തർ മാത്രമാണ് സന്നിധാനത്ത് രാവിലെ 9 മണിക്ക് ശേഷം ഉണ്ടാവുക എന്നുള്ളതാണ് ക്രമീകരണം ഉള്ളത്. അവലോകന യോഗം ചേരുന്നുണ്ട്. മുന്നൊരുക്കങ്ങളിലുള്ള പാളിച്ചകളടക്കം ഈ മണ്ഡലകാലത്ത് ഉയർന്നു വന്ന പരാതി വിഷയമാണ്. അതിനിടയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നതിന് തൊട്ടടുത്തോടനുബന്ധിച്ച് ഈ അവലോകന യോഗങ്ങൾ പേരിന് എന്ന പോലെ നടത്തുന്നു എന്നുള്ള ഒരു വിമർശനവും ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. തീർച്ചയായും മിഥുൻ, അത് തന്നെയാണ്. നമുക്കറിയാം, എപ്പോഴും അവസാന ഘട്ടത്തിലാണ് ഭക്തർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു മീറ്റിങ്ങും യോഗങ്ങളും ഒക്കെ ചേരുന്നത്. ഇനി നിങ്ങളോടാണ് ചോദ്യം. മിഥുനും മനോജും ആദ്യമായാണോ ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്? അല്ല എങ്കിൽ ഇതിനു മുൻപുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാവുന്നതാണ്? തീർച്ചയായും അശ്വതി, കഴിഞ്ഞ 3 വർഷമായി തങ്കയങ്കി ഘോഷയാത്രയോടൊപ്പം ഞാനുണ്ട്. കഴിഞ്ഞ വർഷം പത്തനംതിട്ട റിപ്പോർട്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്കയങ്കിയുടെ തുടക്കം മുതൽ ഞാനുണ്ടായിരുന്നു, മനോജ് ഉണ്ടായിരുന്നു. അത് ഒരു നമുക്ക് പറഞ്ഞ് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭവമാണെന്നുള്ളതാണ്. ഓരോ വഴിത്താരകളിലൂടെയും എത്തുമ്പോൾ ഈ വീടുകൾ, ഭവനങ്ങൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, ക്ഷേത്രങ്ങളൊക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ ഒരു വർഷം കൊണ്ട് ഈ തങ്കയങ്കി ഘോഷയാത്ര തങ്ങളുടെ വീടിന് മുൻപിലൂടെ പോകുമ്പോൾ, ക്ഷേത്രത്തിന് മുൻപിലൂടെ പോകുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതിനൊക്കെ വേണ്ടി അവർ ഒരു വർഷം കാത്തിരിക്കുകയാണ്. ഇനി ആ ഘോഷയാത്ര അവരുടെ വീടിന് മുന്നിലൂടെ പോയി കഴിയുമ്പോൾ, ക്ഷേത്രത്തിന് മുന്നിലൂടെ കഴിയുമ്പോൾ അടുത്ത വർഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അയ്യപ്പന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയൊക്കെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി സ്റ്റോർ റൂമിൽ നിന്നും പുറത്തേക്ക്
അകത്തേക്ക് എടുക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുൻപ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്റ്റോർ റൂമിൽ നിന്നും എടുത്ത് അവിടെ ദർശനത്തിന് വേണ്ടി വെക്കും. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തി. അതായത് ശബരിമലയിൽ നേരിട്ടെത്തി അയ്യനെ ദർശിക്കാൻ പറ്റാത്ത ആ ഒരുപാട് മനസ്സുകളുണ്ട്. കാരണം പല സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാകാം. എന്നാൽ പോലും തങ്കയങ്കി എടുക്കുമ്പോൾ ആ തങ്കയങ്കി കാണാൻ എത്തുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവരൊക്കെ അതിലൂടെ അയ്യപ്പനെ കാണുകയാണ്. അതായത് ഈ തങ്കയങ്കി ദർശിക്കുന്നതിലൂടെ ഒരു അയ്യപ്പ ദർശനമാണ്. അതെ അതെ, തീർച്ചയായും. അതെ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം മിഥുൻ, മനോജ് കരുതാൻ. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധികൾ സർവ്വസജ്ജമാണ്. ഈ തങ്കഅങ്കി ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ക്യാമറാമാൻമാരും ഒപ്പം ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സും സജ്ജമാണ്.